നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. 2026 ഓഗസ്റ്റ് 1-ാം തീയതി ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ദോഷഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഓഗസ്റ്റ് 1-ാം തീയതി ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്നും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും അവരവരുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടത് എന്നുമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഒന്നാമത്തത് അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർ ഓഗസ്റ്റ് 1 അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഏറെ നാളായിട്ട് മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങളൊക്കെ സഫലമാകാനുള്ള അവസരം അവർക്കുണ്ട്. ജോലിയിൽ അംഗീകാരവും പുതിയ അവസരങ്ങളും ലഭിച്ചേക്കാം. സാമ്പത്തികമായിട്ട് അനുകൂലമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി അവർ കൂടുതൽ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഇടപഴകി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കുടുംബത്തിനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതായി കാണുന്നു. മാത്രവുമല്ല, ജോലി സ്ഥലത്ത് മേലുദ്യോഗസ്ഥരുടെ പ്രശംസ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സഹപ്രവർത്തകർ പല കാര്യങ്ങളിലും നിങ്ങളെ വളരെ നന്നായിട്ട് പിന്തുണയ്ക്കും. നിങ്ങൾ നാളത്തെ ദിവസം ചെയ്യേണ്ട ചില കാര്യങ്ങൾ: രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുക, മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങി പുറത്തിറങ്ങുക. പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് മികച്ച ദിവസമാണ് നാളെ. ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണമോ വസ്ത്രമോ ഒക്കെ ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യം നൽകും. ഇനി നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് തൊഴിൽ, ബിസിനസ്, സാമ്പത്തിക മേഖലകളിൽ മികച്ച മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി മാറുന്ന ഒരു അവസ്ഥയുണ്ടാകും. ചില പുതിയ ആളുകളെ പരിചയപ്പെടാനും അവരുമായി കൂടുതൽ അടുക്കാനും ഒക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് കഴിയും. അത് ജോലിയുമായി ബന്ധപ്പെട്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ സൗഹൃദപരമായ കൂടിക്കാഴ്ചകളായിരിക്കാം. അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിനായിട്ട് അത് വഴി തുറക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ വർദ്ധിക്കുന്നതായി കാണുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ അനുകൂലമായിട്ടുള്ള അവസ്ഥ കാണുന്നു. ബിസിനസ്സിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് പണം എവിടെ നിന്നെങ്കിലും കിട്ടാനുണ്ടായിരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതായിട്ടും കാണുന്നുണ്ട് നാളത്തെ ദിവസം. നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ അനുകൂലമാണ്. പുതിയ നിക്ഷേപങ്ങൾ ആലോചിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടം ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം. ഇനി ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന ഒരു ദിവസമാണ് ഓഗസ്റ്റ് 1-ാം തീയതി. നാളെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. നിങ്ങളുടെ കൈകളിലേക്ക് കൂടുതൽ പണം വന്ന് ചേരുന്ന ഒരു ദിവസമാണ്. യാത്രാ ഭാഗ്യമുണ്ടാകും. അതായത് ആ യാത്ര കൊണ്ട് നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ചില യാത്രകൾ നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യം നേടിത്തരുന്നതായിട്ടും കാണുന്നുണ്ട്. ചില സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും നാളത്തെ ദിവസം. ഉദ്യോഗസ്ഥരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. ഗവൺമെന്റ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാലതാമസം നിങ്ങൾ നേരിട്ടിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ വർക്കുകളിലെ പിഴവുകൾ മൂലം ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില വാർത്തകൾ ലഭിക്കും. ബാങ്കിൽ ലോണിനായി അപേക്ഷിച്ച ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള വാർത്ത ബാങ്കിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ലക്ഷ്മി ദേവിയെ നാളത്തെ ദിവസം പ്രാർത്ഥിക്കുക. വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കുടുംബാംഗങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കുക. നാളത്തെ ദിവസം നിങ്ങൾക്ക് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പറ്റുന്ന അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസമാണ്. ഇനി നാളത്തെ ദിവസം കൂടുതൽ ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. ഏറെ നാളായിട്ട് നിങ്ങൾക്ക് ചില മാനസിക വിഷമങ്ങളൊക്കെ നേരിടേണ്ടി വന്നിരുന്നുവെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരമുണ്ടാകും. സാമ്പത്തികമായിട്ട് കുറച്ച് പിരിമുറുക്കം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. കയ്യിൽ നിന്ന് അമിതമായി പൈസ ചെലവാകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. തടസ്സപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ
ചെന്നെത്തുകയാണ്. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ പ്രശംസയ്ക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. വളരെ നല്ല അനുകൂലമായിട്ടുള്ള ചില ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാത്രവുമല്ല, ശമ്പള വർധനവിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ, കൂടെ ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്നൊക്കെ പ്രശംസ ലഭിക്കുന്ന ഒരു സാഹചര്യം, അഭിനന്ദനങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ശിവക്ഷേത്രത്തിൽ ജലധാര വഴിപാട് നടത്തുന്നത് വളരെ ഉത്തമമാണ്. മുതിർന്നവരുടെ അനുഗ്രഹം തേടുക. പ്രധാന തീരുമാനങ്ങളൊക്കെ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിൽ ആശങ്ക വേണ്ട. അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്ക്. ഇനി നാളത്തെ ദിവസം ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് എല്ലാ മേഖലയിലും അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നാളത്തെ ദിവസം ഉള്ളത്. കുടുംബജീവിതം സന്തോഷകരമാകും. വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി അതിൻ്റെ ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ കാത്തിരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കാൻ പറ്റും. ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ ഉള്ള വിദേശ യാത്രകൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ട്. കൂടുതൽ ശമ്പളമുള്ള ജോലി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് ചില വലിയ പ്രൊജക്റ്റുകൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മാത്രവുമല്ല, നിങ്ങളുടെ മനസ്സിനെ വിട്ടൊഴിയാതെ നിന്നിരുന്ന ചില ആശങ്കകൾക്ക് പരിഹാരം ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം: ഗണപതി പ്രാർത്ഥന നടത്തുന്നത് വളരെ ഉത്തമമാണ്. കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. നല്ല ചിന്തകളോടുകൂടി ദിവസം ആരംഭിക്കുക. പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നാളത്തെ ദിവസം. ഇനി നാളത്തെ ദിവസം കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള ചില നക്ഷത്രങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അതിൽ ഒന്നാമത്തേത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് നാളെ ക്ഷമയോടെ മുന്നോട്ട് പോകേണ്ട ഒരു ദിവസമാണ്. സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം. കാരണം ചെറിയ ചില അശ്രദ്ധ മൂലം നിങ്ങൾക്ക് വലിയ കൈനഷ്ടം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ചില പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടാം. നിക്ഷേപങ്ങളൊന്നും നാളത്തെ ദിവസം നടത്താതിരിക്കുന്നതാണ് വളരെ ഉത്തമം. സുപ്രധാനമായിട്ടുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് നാളെ എടുക്കാതിരിക്കുക. അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബാംഗങ്ങൾക്കിടയിൽ പല പല കാര്യത്തിന് അഭിപ്രായ വ്യത്യാസവും കുടുംബത്തിലൊരു മനസ്സമാധാന കുറവ് അനുഭവപ്പെടാനുള്ള സാഹചര്യവും ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുടുംബത്തിനകത്ത് ചില വിഷയങ്ങളുമായി സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കുക. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സംസാരിക്കാൻ ശ്രദ്ധിക്കുക. ശാന്തത പാലിക്കുക. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നിങ്ങളെ സംബന്ധിച്ച് നാളത്തെ ദിവസം നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ പറയാം. അതിലൊന്ന്, സുബ്രഹ്മണ്യ സ്വാമി ദർശനം നടത്തുക. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. ഓം ശരവണ ഭവ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. അനാവശ്യ ചെലവുകൾ നാളത്തെ ദിവസം ഒഴിവാക്കുക. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ജോലിയിൽ സമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കഠിനമായി വളരെ ആത്മാർത്ഥതയോടെ ജോലി എടുക്കുന്നു. പക്ഷേ അത് മേലുദ്യോഗസ്ഥരോ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളോ വകവയ്ക്കാത്തൊരു സാഹചര്യം ഉണ്ടാകാം. അത് നിങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നതായിട്ടും നാളത്തെ ദിവസം കാണുന്നു. മാത്രവുമല്ല, സഹപ്രവർത്തകരിൽ നിന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ചില വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മുഷിഞ്ഞ വാക്കുകൾ സംസാരിക്കേണ്ടി വന്നേക്കാം ചിലപ്പോൾ. പ്രത്യേകിച്ച് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ നാളെ ശ്രദ്ധ വേണം. ചെറിയ ചില പ്രശ്നങ്ങൾ പോലും നിങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. വാഹനം ഓടിക്കുമ്പോൾ ഏറെ ശ്രദ്ധിച്ചുകൊണ്ട് വാഹനം ഓടിക്കേണ്ട കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ആത്മവിശ്വാസ കുറവ് നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട ഒരു ദിവസമാണ് നാളെ. നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ: ശിവക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് വളരെ നല്ലതാണ്. നെയ്വിളക്ക് വഴിപാട് നടത്തുക. പാലോ പഴങ്ങളോ ഒക്കെ ആളുകൾക്ക് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രധാന തീരുമാനങ്ങളൊക്കെ നാളെ വൈകുന്നേരത്തിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതൊക്കെ പാളിപ്പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കളുമായോ സഹപ്രവർത്തകരുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്.
ചെറിയ ചില വാക്കുതർക്കങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളായി മാറാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളുമായി ഒന്നും രണ്ടും പറഞ്ഞ് അടികൂടി അവരുമായിട്ടൊരു മുഷിച്ചലുണ്ടാകാനുള്ള സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് സംസാരിക്കുക. നിങ്ങളുടെ ദേഷ്യം നാളത്തെ ദിവസം അല്പം നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ദോഷഫലങ്ങൾ ഉണ്ടാക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ചില പിഴവുകളൊക്കെ പറ്റാനുള്ള സാധ്യതയും നിങ്ങളുടെ ക്ലയൻസൊക്കെ നിങ്ങളുടെ അടുത്ത് മോശമായി പെരുമാറാനുള്ള സാധ്യതയും ഒക്കെ കാണുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് ഓഫീസിൽ നിങ്ങൾക്ക് തിരക്ക് പിടിച്ചൊരു ദിവസമായിരിക്കും. നിങ്ങൾക്ക് ടെൻഷൻ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിട്ടാണ് നാളത്തെ ദിവസം കാണുന്നത്. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ നാളത്തെ ദിവസം നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള ചില പരിഹാര മാർഗങ്ങളുണ്ട്. അതിലൊന്ന് ഗണപതി ക്ഷേത്രം ദർശനം നാളെ നടത്തുക എന്നുള്ളതാണ്. ഓം ഗം ഗണപതി നമ എന്ന മന്ത്രം നിങ്ങൾ ജപിക്കുക, കോപം നിയന്ത്രിക്കുക. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് യാത്രകളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു ദിവസമാണ്. സാമ്പത്തിക തീരുമാനങ്ങളൊക്കെ ആലോചിച്ച് മാത്രം എടുക്കുക. സുപ്രധാനമായ സാമ്പത്തിക തീരുമാനങ്ങൾ നാളെ എടുക്കാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത്. നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ടുള്ള ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കുറച്ചുകൂടി കലശലാകുന്നതിനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് അലച്ചിൽ മാത്രമാണ് നാളത്തെ ദിവസം ഉണ്ടാവുക. നിങ്ങൾ കാര്യം നേടിയെടുക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ യാത്രകൾ മൂലം നാളെ ഉണ്ടാകും. അത് നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടാക്കി തരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. നാളെ നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള ചില പരിഹാര മാർഗങ്ങളുണ്ട്. ദുർഗാദേവിയെ നാളത്തെ ദിവസം പ്രാർത്ഥിക്കുക. നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അവിടെ ചുവന്ന പൂക്കൾ സമർപ്പിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ ദേവീ ചിത്രത്തിന് മുൻപിൽ ചുവന്ന പൂക്കൾ സമർപ്പിക്കുക. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് നാളത്തെ ദിവസം വിട്ടു നിൽക്കുന്നത് നല്ലതായിരിക്കും. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മനസ്സിൽ ചെറിയ ആശങ്കകളൊക്കെ അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. എന്നാൽ ക്ഷമയോടെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. പലവിധ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകാം. സാമ്പത്തികമായിട്ട് അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. നിങ്ങൾക്ക് കിട്ടാനിരുന്ന ചില പണമോ അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്ന് കുറച്ച് വരുമാനം വരാനിരുന്നതൊക്കെ തടസ്സപ്പെട്ട് കിടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില ആളുകളുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപരിചിതരായിട്ടുള്ള ആളുകളെ നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പണം കടം കൊടുക്കുന്നതും അതുപോലെ പണം കടം വാങ്ങുന്നതും നാളത്തെ ദിവസം ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിഹാര മാർഗങ്ങൾ പറഞ്ഞു തരാം. ഒന്ന്, വിഷ്ണു സഹസ്രനാമം കേൾക്കുകയോ അല്ലെങ്കിൽ അത് പാരായണം ചെയ്യുകയോ ചെയ്യുക. പക്ഷികൾക്ക് ധാന്യം നൽകുന്നത് നാളത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതൽ നല്ലതാണ്. രാവിലെ ധ്യാനം ചെയ്ത ശേഷം ദിവസം ആരംഭിക്കുക. അപ്പോൾ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം ഒന്ന് കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഇത്രയുമാണ് നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങളും അതുപോലെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങളും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ നാളെ എന്ന് ആശംസിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.